ബഹുമാനമുള്ള സാദാത്തുക്കളെ, ഉസ്താദുമാരെ, ആലിമീങ്ങളെ, സഹോദരങ്ങളെ, ആശിഖീങ്ങളുടെ ലോകം എന്ന വിഷയത്തിൽ അർഹിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ കഴിവുള്ള വലിയ വലിയ പണ്ഡിതന്മാർ സ്റ്റേജിലും സദസ്സിലുമുണ്ട്. ഒരു നിലക്കും അർഹത ഇല്ലാത്ത എനിക്ക് ഈ വിഷയം മുക്രഹായി വന്നതാണ്. ഉസ്താദുമാരോടുള്ള, കുണ്ടൂർ ഉസ്താദിനോടും അവിടുത്തെ മക്കളോടും പ്രവർത്തകരോടൊക്കെയുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് എഴുന്നേറ്റുന്നത്. അള്ളാഹു കുണ്ടൂർ ഉസ്താദിൻ്റെ മദത് കൊണ്ട് നമ്മുടെ ആഖിറം വിജയിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിൻ്റെ ഉപദേശം വളരെ മനസ്സിൽ കൊള്ളുന്ന ഉപദേശം. അള്ളാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കുറ്റൂർ അല്ലെങ്കിൽ വേങ്ങര കമ്മുണ്ണി മുസ്ലിയരുടെ മഹാനവറുകളുടെ അരികിലോതി പഠിച്ച 360ഓളം വിദ്യാർത്ഥികൾ മുസ്തജാബായ ആളുകളായിരുന്നു. എല്ലാവരും ഔലിയാക്കളായിരുന്നു എന്നും ചില മഹാന്മാർ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഉപദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവരൊക്കെ മദത് കൊണ്ട് അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ ആണ്ടിനോട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെ ഉസ്താദിൻ്റെ ഹദറത്തിൽ പറയാൻ പറ്റിയ നല്ലൊരു വിഷയമാണ് ആശിഖീങ്ങളുടെ ലോകം. ആശിഖീങ്ങളിൽ വെള്ളി നക്ഷത്രമായ കുണ്ടൂർ ഉസ്താദ് അവരുടെ മുമ്പിൽ ആശിഖീങ്ങളെ സംബന്ധിച്ച് പറയുന്നത് എല്ലാ നിലക്കും സ്വാഗതാർഹമാണ്. ഇഷ്കിൻ്റെ നിർവചനവും ഇഷ്കിൻ്റെ സത്യവുമൊക്കെ ബഹുമാനപ്പെട്ട കോടമ്പ ഉസ്താദ് നമ്മെ ഓർമ്മപ്പെടുത്തി. ഉസ്താദിൻ്റെ പ്രസംഗത്തിലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരുന്നു. മുതഅല്ലിമീങ്ങളായ നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ആശിഖിനിക്ക് കാമുകനെന്നും മാഷൂഖത്തിന് കാമുകി അല്ലെങ്കിൽ മാഷൂഖിന് കാമുകി എന്നൊക്കെ ഉള്ള പ്രയോഗം ഒരിക്കലും ശരിയല്ല എന്നത് ഇന്നുള്ള ലേഖകന്മാർക്ക്, പ്രാസംഗികർക്ക് അത് വലിയ ഒരു ഉണർത്തലാണെന്ന് മനസ്സിലാക്കണം. കാമുകനും കാമുകിയും കാമം എന്ന പദത്തിൽ നിന്ന് വരുന്നതാണെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാമം എന്ന് പറയുന്നത് ലൈംഗിക ഭാഗത്തേക്ക് ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഇഷ്ക് ലൈംഗികത്തെ തൊട്ട് അകത്തുന്ന ഒന്ന് മാത്രമാണ്. പ്രസിദ്ധ ഭാഷാ പണ്ഡിതനായ അല്ലാമ അസ്മാഇ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഷഹ്വത്തുൽ ഫർജ് അല്ലെങ്കിൽ ഷഹ്വ എന്ന് ഇത്ലാഖാക്കി പറയുന്ന ആ പ്രയോഗം അതല്ല ഹുബ് അല്ലെങ്കിൽ ഹുബിൻ്റെ ഇഫ്രാത്ത്, ശക്തമായ അങ്ങകലെത്തിയ ഹുബാകുന്ന ഇഷ്ക്. ആഷിഖ് ഷഹ്വത്തുള്ളവൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ ത്വാലിബുൽ വലത് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവനാണെന്നാണ് അല്ലാമ അസ്മാഇ വിശദീകരിച്ചത്. അതൊരിക്കലും ഇഷ്കിൻ്റെ ഭാഗമേ അല്ല എന്നല്ല. ഇഷ്ക് വന്ന ഭാര്യ ഭർത്താക്കളാണെങ്കിൽ
ഇഷ്ക് കാരണത്താൽ അവരുടെ ലൈംഗിക രംഗം തന്നെ നിന്നുപോകാൻ സാധ്യതയുണ്ടെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളായ എന്നെപ്പോലുള്ള ആളുകളൊക്കെ കാമുകൻ കാമുകി എന്ന അവരുടെ ലക്ഷ്യം ഇഷ്ക് എന്നായതുകൊണ്ട് അതൊരു വലിയ തെറ്റാവുകയില്ലെങ്കിലും ആ പ്രയോഗം ഒരിക്കലും തന്നെ യോജിച്ചതല്ല എന്നതാണ് സത്യം. ഉസ്താദ് അത് ഓർമ്മിപ്പിച്ചു. ഇഷ്ക് ഉസ്താദ് പറഞ്ഞു ഫർത്തുൽ മഹബ്ബ, അമിതമായ സ്നേഹം, അത് മുൻഹരിഫും അല്ലാത്തതുമുണ്ട്. തെന്നിപ്പോയ, സ്നേഹിക്കേണ്ടതിനെ അല്ലാതെ സ്നേഹിച്ചു പോയത്. ഇഷ്ക് അതൊരു വലിയ ഒരു ബലാവും കൂടെയാണ്. ചില രംഗത്ത് ഒരു ആഷിഖിനിക്ക് വാസ്തവത്തിൽ ഇഷ്കിൽ ഇഫ്രാത്ത് വന്നു പോകുമ്പോഴാണ് നമ്മുടെ ഭാഷയിൽ മസ്താൻ എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹം കടന്ന് അടക്കാൻ കഴിയാതെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ മഹാന്മാർ. ഒരു വിധേനെ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ചെയ്യുന്നതൊന്നും പൊയ്യാകാതെയാണ് നമ്മൾ കാണാറുള്ളത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങൾ അള്ളാഹു കൊടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളെ ഒരു കാലത്ത് പൊതുജനങ്ങൾക്ക് ഭ്രാന്ത് പദം ഉപയോഗിച്ച് വിളിച്ചുപോയി. ഈ വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് മൗലിദ് എഴുതിയപ്പോൾ അഹ്സിൻ ബിഹാദൽ ജുനൂൻ മഅൽ അഖ്ൽ വഅഖ്ബിഹി ബിഅഖ്ലിന അല്ലദീ മഅൽ ജുനൂൻ എന്നൊരു വാക്ക് ഞാൻ അവിടുത്തെ മൗലിദിൽ എഴുതിയിരുന്നു. ഈ ജുനൂൻ വളരെ നല്ലത്, ബുദ്ധിയോടുകൂടെയുള്ള ഈ ജുനൂൻ വളരെ നല്ലതാണ്. എന്നാൽ ജുനൂനോട് കൂടെയുള്ള നമ്മുടെ ബുദ്ധി വളരെ മോശം എന്നൊരു വാക്ക് ഞാൻ എഴുതിയിരുന്നു. അത് പ്രസിദ്ധനായ അലമ അബ്ദുൽ ഫത്താഹ് അമീൻ സൂരി എന്ന ഒരു വലിയ ആഷിഖുർ റസൂലും റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അവറുകളുടെ വായിച്ചു കൊടുത്തപ്പോൾ, ഹറമിൽ നിന്ന് വായിച്ചു കൊടുത്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖാല സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ജുനൈദ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില മഹാന്മാരുണ്ട്, അവർ ബുദ്ധിയില്ലാത്തവരെന്ന് പറയപ്പെടുന്ന മജ്നൂനുകളാണ്. മജ്നൂൻ എന്ന് വരെ അവർ വിളിക്കപ്പെടാറുണ്ട്. പക്ഷേ ഈ ജുനൂൻ യസ്ജുദുൽ അഖ്ൽ, യസ്ജുദു ലഹുൽ അഖ്ൽ, ബുദ്ധി ആ ഭ്രാന്തിനിക്ക് സുജൂദ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ജുനൂനാണെന്ന്. അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നകും മജാനീൻ. ഹദീസിൽ കാണാം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക, നിങ്ങൾ മജ്നൂൻ എന്ന് വിളിക്കപ്പെടുന്നത് വരെ. അഥവാ വിളിക്കപ്പെടണമെന്നല്ല, അതിലേക്ക് അങ്ങ് കടന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആന്തരികമായ രംഗത്തേക്ക് കടന്നാൽ ഒരു പക്ഷേ സ്വബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിനോട് നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ചാലിയത്തുനിന്ന് എൻ്റെ റൂമെന്ന് ഞാൻ പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാഹ നൂറുഹു ലിമൻ ലാ ഇലാഹ ഗൈറു സിവാഹു ലാ ഇലാഹ ഇലാൽ. ഇതാണ് മറുപടി പറഞ്ഞത്. വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് ദ്വാരക്കണം നന്നാവാൻ വേണ്ടി. അപ്പൊ ഈ ബെയ്ത്ത് പിന്നെയും ചൊല്ലി, പിന്നെയും പറഞ്ഞു ദ്വാരക്കണം, അപ്പോഴും ചൊല്ലി ഈ ബെയ്ത്ത്. അങ്ങനെ വേണ്ട ഇറങ്ങിപ്പോയി. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നൂറ് ഹൃദയത്തിൽ കടക്കണം എന്നല്ലേ നീ പറയുന്നത്? അത് കിട്ടണമെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും മനസ്സ് പോകാൻ പാടില്ല. അതതിന്റെ നിബന്ധനയാണ്. അതെനിക്ക് കൊണ്ടടക്കാൻ കഴിയാത്തൊരു സ്വഭാവമായതുകൊണ്ട് എന്നോട് ആ ദ്വാക്ക് പറയണ്ട എന്നാ പറഞ്ഞതിന്റെ താല്പര്യം. അവരൊക്കെ അതിന്റെ രുചി അറിഞ്ഞവരായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ദിക്ർ ചോദിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം.